കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. അയാള് താഴെ കിടക്കില്ലായിരുന്നോ? നീ പാട്ടിന് കിടന്നുറങ്ങാനുള്ളതിന് അയാളെ ഇംപ്രസ് ചെയ്യാൻ പോയതുകൊണ്ടല്ലേ പണി കിട്ടിയത്. വണ്ടി ശ്രേയ ഓവർ ആക്ടിങ്ങിന് പോയാലേ ഇങ്ങനെ പണി കിട്ടും. ഇതാ പാല് കുടിക്കുന്നേ. ഞാൻ കൊടുക്കുന്ന വിഷം മരുന്നാണെന്ന് കരുതി കൃത്യമായിട്ട് എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്. അപ്പൊ കാലപുരിക്ക് പോകാൻ സമയമാകുന്നു എന്നർത്ഥം. എന്താ നീ എന്തോ ആലോചിക്കുകയാണല്ലോ? ഒന്നുമില്ല കൗസല്യേ, ദേവന്റെ കല്യാണം നടക്കുമെന്ന് നമ്മൾ ഒത്തിരി പേടിച്ചതല്ലേ. ഒടുവിൽ അവന് ഇഷ്ടപ്പെട്ട കുട്ടിയെ തന്നെ അവന് കിട്ടുകയും ചെയ്തു. അങ്ങനെ ആ പേടി മാറിക്കിട്ടി. ഇനി ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങളും പതിയെ പതിയെ അവനെ ഏൽപ്പിക്കണം. അതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. അതിനെന്താ ഇത്ര ധൃതി? സമയമുണ്ടല്ലോ, പതുക്കെ ചെയ്താൽ മതി. ആ, നാളെ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അയ്യോടാ, സമയം അടുത്തു വരിക നിർത്തും. ചേട്ടാ, വേണ്ടാത്ത വർത്തമാനൊന്നും പറയണ്ട. ആർക്കും ഒന്നും സംഭവിക്കാൻ പോണില്ല. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കും. സമാധാനായിട്ട് കിടന്നുറങ്ങ. എഴുന്നേക്കടി, ഇറങ്ങ. മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. തൊണ്ടേന്ന് ശബ്ദം പുറത്തു വന്ന കഴുത്തിരിച്ച് കൊല്ലുന്നു. എവിടെടി, എവിടെ നിന്റെ തുണികള്, എവിടെ നിന്റെ ബാഗ്, എവിടെയാ വെച്ചേക്കുന്നേ? അച്ഛമ്മേ, എന്റെ തുണിയൊക്കെ എന്തിനാ അച്ഛമ്മ എടുത്തു വെക്കുന്നേ? മിണ്ടരുത്, വാ തുറക്കല്ലേന്ന് പറഞ്ഞില്ലേ? പുറത്തേക്ക് നടക്കടി. ഇനി ഒരു ക്ഷണം പോലും നീ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇറങ്ങി പോടി, ഇറങ്ങടി. നടക്കടി, നടക്ക്, ഇറങ്ങി പോടി. പോ. വേണ്ട അച്ഛമ്മ, ഞാൻ എന്ത് തെറ്റിയിട്ട് എന്നെ ഇവിടെ പറഞ്ഞയക്കുന്ന അച്ഛമ്മ? നീ ഇനി ഇവിടെ നിന്നാ എന്റെ ശ്രേയമോളുടെ കുടുംബം തകരുവടി. ഞാൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല അച്ഛമ്മ. ഞാൻ ആരോടും പറയില്ലെന്ന് വാക്ക് തന്നതല്ലേ. നീ വാക്ക് തന്നൊക്കെ ശരിയാ, എന്നാലേ ആ ചെറുക്കൻ അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല. നിന്നോടുള്ള പ്രേമം കൊണ്ടല്ലേ ശ്രേയമോളെ അവിടെ ഇരുത്തിയിട്ട് നിന്നേം തേടി അവൻ ഇവിടം വരെ വന്നത്. നിന്റെ കഴുത്തേൽ ആ താലി കെട്ടിയെന്നറിഞ്ഞാ അതോടെ തീരുവല്ല. എന്റെ ശ്രേയമോളെ ഉപേക്ഷിച്ച് അവൻ നിന്നെയും പൊക്കിക്കൊണ്ടങ്ങ് പോകുവേ. അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടാവരുത്. അച്ഛമ്മേ, അങ്ങനെയൊന്നും നടക്കാതെ നോക്കിക്കോളാം. ദേവേട്ടനോട് പോലും ഞാൻ പറയില്ല അച്ഛമ്മേ. എന്റെ അമ്മോ, ഇത് ഞാൻ വിശ്വസിക്കില്ല. ആരുടെ വായിന്ന് എന്ത് പുറത്തു വരുമെന്ന് പറയാൻ പറ്റുമോ? ഇന്ന് സുലേഖ എല്ലാം പറയേണ്ടതായിരുന്നു. നാളെ മറ്റാരെങ്കിലും വാ തുറന്നാലോ?
വല്ലവന്റെ വീട്ടിൽ നടന്ന കഥയാണെന്ന് പറഞ്ഞപ്പോ തന്നെ എന്റെ മോൻ കിടന്ന് തിളക്കിയായിരുന്നില്ലേ? അത് ഈ വീട്ടിലെ കഥയാണെന്നറിഞ്ഞ പിന്നെ അവൻ ജീവനോടെ ഉണ്ടാവും. നിന്നെ ആ വീട്ടിലേക്ക് പറഞ്ഞയച്ചിട്ട് അവൻ ചിലപ്പോ ഇവിടെ തൂങ്ങിച്ചത്തന്നിരിക്കും. അതോടെ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെടും, എന്റെ ശ്രേയമോളുടെ ജീവിതവും തകരും. ഞാനുള്ളപ്പോ അതിനെ അനുവദിക്കില്ല. അതുകൊണ്ട് നീ ഇവിടുന്ന് പോകുന്നത് തന്നെയാ നല്ലത്. ഈ ജന്മം ഇനി ഈ മുഖമായിട്ട് എന്റെ മുമ്പിൽ വന്ന് നിന്നു പോകരുത്. ഇറങ്ങി പൊക്കോണം ഇവിടുന്ന്. ഇറങ്ങിപ്പോടി. അച്ഛമ്മ എന്നെ പറഞ്ഞേക്കല്ല. ഞാൻ അച്ഛമ്മയുടെ കാല് പിടിക്കാം. ഈ വീടും വീട്ടുകാരുള്ളത് എനിക്ക് എങ്ങും പോവാൻ പറ്റില്ല. എന്നെ പറഞ്ഞയക്കരുത്. ഞാൻ കാല് പിടിച്ചപേക്ഷിക്കാം. എന്നെ പറഞ്ഞയക്കരുത്. പറഞ്ഞയക്കല്ല അച്ഛമ്മ, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കല്ല. ശരി, കാല് പിടിച്ചപേക്ഷിക്കുന്നോണ്ട് ഇവിടെ താമസിക്കാൻ ഞാൻ അനുവദിക്കാം. പക്ഷെ അതിനൊരു കാര്യം നീ ചെയ്യണം. നിന്റെ കഴുത്തെ കിടക്കുന്ന താലി നീ ഊരി മാറ്റണം. എന്തോന്നാ നീ നോക്കുന്നേ? ഊരടി. നീയായിട്ടത് ഊരില്ല, എനിക്കതറിയാം. നിന്റെ മനസ്സിൽ ഇപ്പോഴും നീ അവന്റെ ഭാര്യയാണെന്നുള്ള വിചാരമുണ്ടടി. എന്നെങ്കിലും ഒരിക്കൽ ആ ചിന്ത ശ്രേയമോളുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കും. അയ്യോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല അച്ഛമ്മ. ഞാൻ സത്യം ചെയ്ത് തന്നതല്ലേ. ആ സത്യത്തിലൊന്നും എനിക്ക് വിശ്വാസമില്ല. താലി അഴിക്കാതെ നീ ഇങ്ങനെ ഇവിടെ കറങ്ങി നടക്കുകയാണെങ്കിലേ ഏതെങ്കിലും ഒരു അവസരത്തിൽ എന്റെ മോൻ അത് കാണും. രാമൻ എന്തെങ്കിലും അറിഞ്ഞാ പിന്നെ അത് പ്രശ്നമാ. ഇങ്ങനെ ദിവസവും ശ്വാസം മുട്ടി മരിക്കാൻ എനിക്ക് പറ്റില്ലടി. ഒന്നെങ്കിൽ നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം, അല്ലെങ്കിൽ നീ ആ താലി അഴിച്ചു മാറ്റണം. താലി അഴിച്ചു മാറ്റണം എന്നോട് പറയരുത് അച്ഛമ്മ. ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം. എന്നാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടി. എന്താ നോക്കി പേടിപ്പിക്കുന്നേ? ഇറങ്ങിപ്പോകുന്നോ അതോ താലി പൊട്ടിച്ചെടുക്കണോ? വേണ്ട, ഒന്നും വേണ്ട അച്ഛമ്മ. ഈ വീട്ടിൽ നിന്ന് ഞാൻ പോയിക്കോളാം. എന്നാ പോടി ഇവിടുന്ന്. ഏയ്, അങ്ങോട്ട് എവിടാടി? വാതിലിവിടാ. ഇറങ്ങുന്നതിന് മുമ്പ് ഒരൊറ്റ തവണ അച്ഛനെ അമ്മേനെ കണ്ടിട്ട് പോയിക്കോ. എന്നെ അതിനെങ്കിലും ഒന്ന് അനുവദിക്കണം. ആ താലി എടുത്ത് മറച്ചു വെക്ക്. വരെ ഞാൻ അച്ഛനും അമ്മയും അറിയാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല. ഇപ്പൊ എന്നേക്കോ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ. അച്ഛൻ എന്നോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതാണെന്നറിയാം. എന്നാൽ അത് തന്നെ കുടുംബത്തിന് നല്ലത്. ഇത്രയും നാൾ ഈ അനാഥയെ വളർത്തി വലുതാക്കിയതിന്
എന്റെ കടപ്പാട് ഞാൻ അങ്ങനെ തീർക്കാന്ന് കരുതിയാ മതി. എന്താടി അവിടെ നോക്കിയിരിക്കുന്നേ? ഏയ് ഇങ്ങോട്ട് വാ. തലവേദന ഒഴിഞ്ഞു കിട്ടി. ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ മിഴിയകന്നു പോയോ, ഒരു കാറ്റുപോലെ എൻ കൂടെ വന്നു
കഥയായി അവളകലും. അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും. അലയുമൊരു കാറ്റിൻ ഇതളുകളായി വിട പറയാൻ ഇന്നെന്തേ ഈ വഴിയിൽ വഴിമറയുമേതോ നിഴലിൻ വിരലുകളാ അരികിലൊരോമൽ. പറയാതെ എന്തിനും കൂടെ നിന്നവൾ മൊഴി മറന്നു പോയോ? ഇടനെഞ്ചിലായിരം കനവെറിഞ്ഞവൾ കഥ മറന്നു പോയോ? തരിവളകൾ. ഓ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. എടാ, വർത്താനം പറയാതെ കാണടാ. ഇങ്ങനെ ഒരെണ്ണത്തെ കൈ കെട്ടിയിരുന്നേക്ക്. ഷോ, എന്റെ അമ്മ, എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. അടിപൊളിയല്ലേ? അരികിൽ പതിയിടനെഞ്ചെല്ലാരോ മൂളും രാഗം. മിഴികൾ മൊഴിയും മധുരം കിനിയും സുഗന്ധം. എന്റെ സാമ്പ്രാണിത്തിരി ഇവിടെ എവിടെയോ ഉണ്ടല്ലോ. ഹലോ ചേട്ടാ, ഇതിലെങ്ങാനൊരു പെൺകുട്ടി പോകുന്ന കണ്ടായിരുന്നോ? പെൺകുട്ടിയോ? അതെ, ഇതിലെങ്ങാണ്ടാ പോയത്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഇല്ലല്ലോ, ഞങ്ങൾ കണ്ടിട്ടില്ല. ഇല്ല, അവൾ വന്നില്ല. മിക്കവാറും ഈ പ്രാവശ്യം എനിക്ക് തോന്നിയതായിരിക്കും. പക്ഷേ ആ സുഗന്ധം അതിവിടെ എവിടെയുണ്ട്.
സഹോദരി, എന്താ കാര്യം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ല ചേട്ടാ, ഞാനൊരു സ്ഥലം വരെ പോവാ. എന്നപ്പോ ഒരു ഓട്ടോയിൽ കൊണ്ടേ വിട്ടേക്കാം. വാ, പേടിക്കണ്ട, വാ. ഡാ, ഇറങ്ങി പോടാ, ഒരാളുണ്ട്. വാ, ഇരിക്കും. കേറിയിരിക്കേ. ഹലോ ചേട്ടാ, ഇതിലെങ്ങനെ? ചേട്ടാ, ബസ് സ്റ്റാൻഡ് ആ വഴിക്കല്ലേ? ഇതൊരു ഷോർട്ട് കട്ടാ. ചേട്ടാ, ചേട്ടാ, എനിക്ക് പെട്ടെന്ന് പോണം. അതൊക്കെ പോവാം, കുറച്ച് കഴിയട്ടെ. ചേട്ടാ, ചേട്ടാ, ഓട്ടോ ഒന്ന് നിർത്ത്. ചേട്ടനല്ല, ഭർത്താവാ. ചേട്ടാ, ചേട്ടൻ എന്തായി പറയുന്നേ? പ്ലീസ് ചേട്ടാ. ഏയ്, വായടച്ചവിടെ ഇരിക്കടി. ഏയ്, വാ, കെട്ടിപ്പിടിച്ചോ. വാ വാ മോളെ. എന്താ, നാണാവുന്നുണ്ടോ? ശരി, എന്നാ വേണ്ട, ഞാൻ കെട്ടിപ്പിടിച്ചോളാം. ഓക്കെ? ചേട്ടാ, എന്നെ ഒന്നും ചെയ്യരുത്. ദയവേത് എന്നെ വെറുതെ വിട്ടേക്ക്. ഞാൻ എങ്ങോട്ടെങ്കിലും പൊക്കോളാം. ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം. കാലടി പിടിക്കണ്ടേ? ഇങ്ങോട്ടോ. എന്നൊന്നും ചെയ്യില്ല. എന്നെ വിട്ടേക്ക്, വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. വീട് ചേട്ടാ, വീട്. എന്താടി, ആരാടി നീ? ഓടി. എന്തെന്നാ ഈ കാണിക്കണേ? പാലുകുടി മാറാത്ത കുഞ്ഞു തൊട്ട് ചുക്കി ചുളിഞ്ഞിട്ടുള്ള കിളവി വരെ ഒരൊറ്റ പെണ്ണിനെ വെറുതെ വിടില്ലടാ. ഞങ്ങൾ ഇതുവരെ പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളെയോ കിളവികളെയോ ഒന്നും തൊട്ടിട്ടില്ലടി മോളെ. പക്ഷേ നീ ഇപ്പൊ ഇവിടെ നിന്ന് പോയില്ലെങ്കിലുണ്ടല്ലോ, കിളവിയെ ചിലപ്പോ തൊട്ടെന്നൊക്കെ ഇരിക്കും.